once again. ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ദേവ്സ് കുക്കിംഗ് വേൾഡ് 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട്. ഇനിയും നിങ്ങൾ ഈ ചാനൽ വീണ്ടും എൻകറേജ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻസൊക്കെ പറയുക, അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ സന്തോഷം നിങ്ങൾക്ക് ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഒരു പിസ്ത ലഡുവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പിസ്ത ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇത് അല്പം പ്രയാസമുള്ള ജോലി, അല്ലാതെ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ പിസ്തയ്ക്ക് പകരം നിങ്ങൾക്ക് ബദാമോ നട്ട്സോ ഒക്കെ കാഷ്യൂനട്ടോ ഒക്കെ ഇതുപോലെ ചെയ്യാൻ കേട്ടോ, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇനി നമുക്ക് ഡെസിഗേറ്റഡ് കോക്കനട്ട് വേണം, അതല്ലെങ്കിൽ തേങ്ങാ തിരികെയായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതൊന്ന് നെയ്യിലൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഡെസിഗേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് ഒരുപാട് തീയിൽ വെക്കേണ്ട, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് ഇത്രേ വേണ്ടൂ. ഇനി നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർക്കണം. 1/2 കപ്പിൽ കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോ ഇടുക, അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ മറന്നു പോരുത്. ഇനി നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനൊരു 1/4 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ആ പാലൊന്ന് ഇതിൽ അബ്സോർബ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന പിസ്തയും കൂടെ ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് അതിൽ മൊത്തത്തിലൊന്ന് അബ്സോർബായി ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ആ കളർ കൂടെ ഒന്ന് ചേർക്കണം. ഇനി ഇതിന് ഞാനൊരു കളർ ചേർക്കുന്നുണ്ട്, പിസ്ത കളറാണ്. അതൊരു 3 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏലക്കായുടെ ഒരു മണമുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഏലക്ക പ്രത്യേകിച്ച് പൊടിച്ചത് ചേർക്കണ്ട. അപ്പോൾ അത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതുപോലെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് പൗഡർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭംഗി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര അതിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അത് ഞാൻ ചെയ്തില്ല, ഭയങ്കര മധുരമായി പോവും. അപ്പോൾ ഇത് മതിയാകും. അപ്പോൾ നിങ്ങൾ ഡെസിഗേറ്റഡ് കോക്കനട്ട് പൗഡർ ഇല്ലെങ്കിൽ സാധാരണ തേങ്ങ മതിയാകും കേട്ടോ. അതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഒന്ന് പാനിലൊന്ന് വറുത്തെടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഇല്ലേ ഈ ലഡു? എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു നല്ല ലഡു തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ 1K സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല വീഡിയോസ് വരുന്നുണ്ട്, കാണാൻ മറന്നു പോരുത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ വരികയല്ലേ, അവർക്കൂടെ വേണ്ടിയിട്ട് ആ സെലിബ്രേഷനൊക്കെ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോ. ശരി, അപ്പോൾ പുതിയ ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.